സ്വാമിയേ ശരണമയ്യപ്പോ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദിസ് വീഡിയോ അബൌട്ട് ശബരിമല, one of the most significant and revered Hindu pilgrimage site in India, nestled in the western Ghats of Kerala. The Shabarimala Sri Dharmashastra temple attracts millions of devotees every year, particularly during the Mandala Magaravilakku season. But what makes this temple so special? And what are the rituals and traditions that surround it? Let us explore. ശബരിമല ദർശനം എന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ ദർശനം നടത്താനായി ആദ്യം നമ്മൾ ഒരു വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണം. അതിനായി shabarimalaonline.org എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. അവിടെ നമ്മുടെ പേരും മറ്റു വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള തീയതിയും സമയവും തിരഞ്ഞെടുക്കാം. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ചടങ്ങാണ് കെട്ടുനിറ. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ശരണമന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥനകളോടെയാണ് ഇരുമുടികെട്ട് തയ്യാറാക്കുന്നത്. നെയ്യ് നിറച്ച തേങ്ങയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് അയ്യപ്പന് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ കെട്ടുനിറക്കൽ ആരംഭിച്ചു. ഇരുമുടിക്കെട്ടിൽ 2 അറകളാണുള്ളത്. ഇതിലൊന്നിൽ പൂജാ വസ്തുക്കളും മറ്റേതിൽ അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യുമാണ് നിറയ്ക്കുന്നത്. നെയ്യ് നിറച്ച തേങ്ങ, അരി, അവൽ, മലർ, തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി എന്നിവയാണ് പ്രധാനമായും ഇരുമുടിക്കെട്ടിൽ ഉണ്ടാകുന്നത്. The pilgrimage to Shabarimala is a unique and rigorous experience. Devotees, known as Ayyappans, observe a strict 41-day penance, adhering to a vegetarian diet, celibacy, and simple living. They wear black or blue clothing, symbolizing their dedication. The journey itself involves trekking through the dense forest, often barefoot, culminating in the darshan of Lord Ayyappan. The most significant ritual include the Idimudikettu, a sacred bundle containing offerings, and the Neyabhishekam, an anointing ceremony with ghee. അയ്യപ്പൻ മഹിഷിയെ വധിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ആചാരമാണ് പേട്ടതുള്ളൽ. ഇത് എരുമേലിയിൽ വെച്ചാണ് നടക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എരുമേലിയിൽ പോയിട്ട് പേട്ട തുള്ളിയിട്ട് വേണം പമ്പയ്ക്ക് പോകുവാൻ.
The Makaravilakku, a celestial light appearing on the Makara Sankranti, is a pivotal moment in the pilgrimage. Today, Sabarimala continues to be a powerful symbol of faith and devotion. Modern facilities have been introduced to accommodate the growing number of pilgrims. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ചോറ് ആണ് കഴിക്കുന്നത്. ശബരിമലയിൽ തീർത്ഥാടനത്തിന് എത്തുന്നവർ പമ്പാ നദിയിൽ കുളിച്ചതിന് ശേഷമാണ് മല കയറുന്നത്. പമ്പയിൽ നിന്ന് മലകയറ്റം ആരംഭിക്കുന്നു. അവിടെ നിന്നും നീലിമല വഴി ശബരിമലയിലേക്ക് പോകാം. ശബരിമല യാത്രയിൽ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനുണ്ട്. മലകയറ്റം കൂടുതലുള്ളതുകൊണ്ട് പ്രായമുള്ളവർ, കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ വഴിയിൽ പലയിടത്തും കുടിവെള്ളം ലഭ്യമാണ്. ഇരുമടിക്കെട്ടുള്ള ഭക്തർക്ക് മാത്രമേ ശബരിമലയിലെ 18 പടികൾ കയറാൻ അനുവാദമുള്ളൂ. ശബരിമലയിൽ എത്തിയാൽ ആദ്യം അയ്യപ്പനെ കണ്ടു തൊഴണം. അതിനുശേഷം അവിടെയുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. ശബരിമലയിൽ താമസിക്കുവാൻ ഇപ്പോൾ റൂമുകൾ ലഭ്യമാണ്. അതുപോലെ അവിടെയുള്ള കടകളിൽ നിന്നും നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുവാൻ സാധിക്കും. ആഴി എന്നത് കർപ്പൂരം കത്തിച്ചുണ്ടാക്കുന്ന അഗ്നികൂമ്പാരമാണ്. ഭക്തർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ചൊല്ലി ആഴിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു. ഈ ആചാരം ഭക്തരുടെ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും ആഗ്രഹങ്ങളെ ത്യജിക്കുന്നതിൻ്റെയും പ്രതീകമാണ്. Thank you for watching. We hope this video has provided with a deeper understanding of Sabarimala. If you have any questions or comments, please leave them below. Swami Sharanam.